ശ്രീ അനൂപ്, അതുതന്നെയാണ് ചോദ്യം. താങ്കൾ പറഞ്ഞു പലപ്പോഴും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് BJP സർക്കാരിനെതിരെ എന്ന്. പക്ഷേ അദ്ദേഹം നിശബ്ദനായി RP ആക്ട് രാഹുൽ വലിച്ചെറിയുന്നതും കീറിയെറിയുന്നതും നോക്കി നിൽക്കേണ്ടി വന്നു. 2004 മുതൽ 2014 വരെയുള്ള 10 വർഷത്തിൽ രാജ്യത്ത് തന്നെ ഏറ്റവും വിവാദമായ 9 അഴിമതികളാണ് പുറത്തു വന്നത്. അതും രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് 2009 മുതൽ 2014 വരെ കോടികളുടെ അഴിമതി. പക്ഷേ അപ്പോഴും ഘടകകക്ഷികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് ഇതേ വിധേയത്വം കൊണ്ട് തന്നെയല്ലേ? കാരണം അവിടെ മറുത്തൊന്നു പറയാനോ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ മൻമോഹന് സാധിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ വസ്തുത? തീർച്ചയായും അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി പറഞ്ഞ ചുരുങ്ങിയത് 2 കാര്യങ്ങളോടെങ്കിലും ശക്തമായി വിയോജിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് തന്നെ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ കഴിവിന്റെയും സാമർത്ഥ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയ ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളെ കൂടി ഉള്ള അനാദരവാണ്. ഇവിടെ മൻമോഹൻ സിംഗിനെ അദ്ദേഹത്തിന്റെ കഴിവും ധൈഷണികതയും സാമർഥ്യവും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദിയെ BJP നിയോഗിക്കുന്നത് എന്താ? ഗുജറാത്തിന്റെ പശ്ചാത്തലത്തിലാണോ? ഗുജറാത്തിൽ അദ്ദേഹം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചതിന്റെ പേരിൽ നരേന്ദ്രമോദിയെ തീരുമാനിക്കുന്നത് പോലെയാണോ ലോകം ആദരിക്കുന്ന മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്ത് നയിക്കാൻ നിയോഗിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ നിയോഗിക്കുന്നത്? അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJPയുടെ സാമർത്ഥ്യമാണ്. BJP ചില മേഖലകളിൽ നേരത്തെ പറഞ്ഞ പോലെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ, ഈ രാജ്യത്ത് ചില ആളുകളെ വേട്ടയാടുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ സാമർത്ഥ്യത്തെ BJP പരിഗണിച്ചെങ്കിൽ ഇവിടെ കോൺഗ്രസ് പരിഗണിച്ചത് മൻമോഹൻ സിംഗിന്റെ ധൈഷണികതയാണ്, പ്രതിച്ഛായയാണ്, സാമ്പത്തിക പ്രതിസന്ധിയെ അടക്കം മറികടക്കുന്നതിന് അദ്ദേഹം മുൻകാലങ്ങളിൽ പ്രദർശിപ്പിച്ച ഒരു വലിയ മിടുക്കിനെയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞത് സോണിയാഗാന്ധി ചില സാങ്കേതികത്വങ്ങൾ കൊണ്ട് മാറി നിന്നെന്നാണ്. ഒരു സാങ്കേതികത്വമില്ല. സോണിയാഗാന്ധിയെ സംബന്ധിച്ച് അവർ ഇന്ത്യൻ പൗരയാണ്. ഇന്ത്യൻ പൗരയായിരിക്കുന്ന ആർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അത് അന്നത്തെ UPA ഗവൺമെന്റ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവരെ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ സോണിയാഗാന്ധി എടുത്ത വ്യക്തിപരമായ തിളക്കമുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. അത് സാങ്കേതികത്വത്തിന്റെ ഭാഗമൊന്നുമല്ല. ഇവിടെ ഉൾപ്പെടെയുള്ള രാജ്യത്തെ പേരിൽ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാമെന്ന് ആഗ്രഹിച്ചവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ വ്യക്തിപരമായ വലിയൊരു രാഷ്ട്രീയമായ ഒരു തീരുമാനം അവർ എടുക്കുകയാണ്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ അദ്ദേഹം കോൺഗ്രസിനെ ഇകഴ്ത്താൻ വേണ്ടിയാണെങ്കിൽ കൂടി മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ അംഗീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ? മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് സംഘപരിവാറിന്റെ പ്രതിനിധിയാണെങ്കിലും അംഗീകരിക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ അതിന്റെ അദ്ദേഹം പറഞ്ഞത് എന്താ? അങ്ങനെയല്ല. നെഹ്റു എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നെഹ്റു എടുത്ത സാമ്പത്തികവും രാഷ്ട്രീയവുമായി എടുത്ത നിലപാടുകളുടെ കരുത്തിൽ പുറത്താണെങ്കിൽ മുന്നോട്ട് പോയത്. ഈ രാജ്യം നമുക്കറിയാം, ഈ രാജ്യത്ത് ഒരു മുട്ടുസൂചി പോലും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയില്ലാതിരുന്ന ഒരു രാജ്യത്തെ സമഗ്രമായി നിർമ്മിച്ചത് നെഹ്റുവാണ്. അത് നെഹ്റുവിന്റെ പരിഷ്കാരങ്ങളുടെ ഒരു വശമെങ്കിൽ അത് നടപ്പിലാക്കിയ രാഷ്ട്രീയമായി ഈ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ, ഒരു രാഷ്ട്രത്തെ, അതിനകത്ത് വൈവിധ്യങ്ങളെ, അതിനകത്ത് ബഹുസ്വരതയെ നിലനിർത്തിയത് നെഹ്റുവിന്റെ രാഷ്ട്രീയമായ ഉൾക്കാഴ്ചയുടെ, രാഷ്ട്രീയമായ അന്തസത്തയുടെ വിജയമാണ്. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്ന പല രാജ്യങ്ങളും പിന്നീട് ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും പട്ടാള ഭരണത്തിലേക്കും വഴുതി വീണപ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യപരമായി മുന്നോട്ട് കൊണ്ടുപോയത്, നിലനിർത്തിയത് നെഹ്റുവാണ്. നെഹ്റുവിന്റെ ഈ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നെഹ്റു നടത്തിയ രാഷ്ട്രീയ പ്രയോഗങ്ങളാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഗാന്ധിയെ കുറിച്ച് ഇന്ത്യയാണ് ഇന്ദിര എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴും അത് അവർ രൂക്ഷമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനകത്തു തന്നെ. ഞാൻ അധികം ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് പരിചിതനായ കേരളത്തിൽ നിന്നുള്ള AK ആന്റണിയെ പോലൊരു നേതാവ് ഗുവാഹത്തി സമ്മേളനത്തിൽ, കോൺഗ്രസിന്റെ ഗുവാഹത്തി സമ്മേളനത്തിൽ
ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ നടന്ന ചില നടപടിക്രമങ്ങളെ വിമർശിച്ചതിന്റെ പേരിലും അദ്ദേഹം ഈ പാർട്ടിയിൽ പിന്നീട് കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുന്നത് വരെ ആ പാർട്ടിയിൽ തന്നെ തുടർന്ന ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ മോദിയെ വിമർശിച്ച, മോദിയുടെ മന്ത്രിസഭയിൽ അംഗമായ, മോദിയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കിരൺ പാണ്ഡ്യക്ക് എന്താണ് സംഭവിച്ചതെന്ന് ബിജെപിയുടെ ബഹുമാന്യനായ നേതാവിന് അറിയാമല്ലോ. അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം, ഞാൻ പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ വിധവ ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇവിടെ കിരൺ പാണ്ഡ്യക്ക് സംഭവിച്ചതുപോലെ കോൺഗ്രസിൽ സംഭവിച്ചിട്ടില്ല, ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. അവർ ശ്ലാഘിക്കപ്പെട്ടതുപോലെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങളെ അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധി ആ രാജ്യഭാരം ഒഴിയാൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ശ്രീ അനൂപ്, ഇവിടെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഇതൊന്നും രാജ്യത്തെ സാധാരണക്കാരിലേക്ക് എത്താത്തതിനു പിന്നിൽ ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ നിലപാടുകൾ ഇതാണ്, അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തികൾ ഇതാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പോലും ധൈര്യം കാണിച്ചിരുന്നില്ല. അതിനു പിന്നിലാണ് ഈ സമ്മർദ്ദ രാഷ്ട്രീയം, അല്ലെങ്കിൽ അദ്ദേഹത്തിനും മേലെയുള്ള ഒരു ഭരണം, കുടുംബവാഴ്ച. അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ എന്നുള്ള രീതിയിൽ ഒരിടത്തും തിളങ്ങാൻ പറ്റാൻ കഴിയാതെ പോയത്? ഒരിക്കലുമല്ല. ഓരോ നേതാവിനും ജനിതകമായും അവർ ആർജിച്ചെടുക്കുന്നതുമായ ഒരു ശൈലിയുണ്ട്. ഇപ്പൊ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സൗമ്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എപ്പോഴും ഞാൻ എന്ന് പറഞ്ഞ് കോട്ടളവിൽ അഭിരമിക്കുന്ന, മൻ കി ബാത്ത് ഭാഷണങ്ങളിൽ അഭിരമിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം ചെയ്യാനുള്ളത് ചെയ്യുകയും എന്നിട്ട് സൗമ്യമായി അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുകയും ചെയ്ത ആളാണ്. പക്ഷെ മൻമോഹൻ സിംഗ് എന്താണ് എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് മനസ്സിലായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ്. പിന്നെ ഒരു കാര്യം, കോൺഗ്രസ് നേരത്തെ പറഞ്ഞത് കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് അദ്ദേഹത്തിന്റെ സാമർത്ഥ്യം, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടല്ല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോൾ ബിജെപിയുടെ ബഹുമാന്യനായ പ്രതിനിധി മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ലോക ചരിത്രത്തിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലാണ് മൻമോഹൻ സിംഗിനെ പോലൊരാൾ ഇന്ത്യൻ ജനതയുടെ 2% മാത്രം ജനസംഖ്യയുള്ള ഒരു സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും വരുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി 10 വർഷം ഈ രാജ്യത്തെ നയിക്കാൻ കോൺഗ്രസ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്, ഇന്ത്യ പോലൊരു ബൃഹത്തായ രാജ്യത്തെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നത് ലോക രാജ്യങ്ങളിൽ കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം നടത്താൻ കഴിയുന്ന ജനാധിപത്യത്തിന്റെ ക്ലാസിക്കലായ ഉദാഹരണമാണ്. ബരാക് ഒബാമയെ പോലൊരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ നിന്നപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങൾ, അവിടെ അദ്ദേഹത്തിനെതിരെ നടന്ന വിമർശനങ്ങൾ നമുക്കറിയാം. അതൊന്നുമല്ല, ഇന്ത്യ പോലെ ബൃഹത്തായ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്ത് 2% മാത്രം ജനസംഖ്യയുള്ള ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കാൻ കഴിയുന്ന ലോകത്തെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അഭിമാനത്തോടു കൂടി ഈ ചർച്ചയിൽ എനിക്ക് സംഘപരിവാറിന്റെ പ്രതിനിധിയോട് മുഖത്ത് നോക്കി പറയാൻ കഴിയും. അതാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. മൻമോഹൻ സിംഗിന്റെ ദൈക്ഷണികമായ കഴിവിനെ, നേതൃപരമായ മികവിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അത് ചെയ്തത്.